ഹായ് സീറോ ടു ഇൻഫിനിറ്റി സ്റ്റുഡൻസ്, S1 റിസൾട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണെന്നറിയാം. കുറേ പേര് മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്. അതിൽ തന്നെ 2-3 പേര് അയച്ചിട്ടുണ്ട് 10ൽ 10 CGPA കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആരൊക്കെയാണ്? നയൻ ശങ്കർ, ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ, എൻ്റെ കോളേജാണ് കേട്ടോ. അവിടുന്ന് 10 CGPA കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷത്തിലുണ്ട്. കുറേ പേര് എല്ലാവരും പാസ്സായെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം എന്താണ് പറയുക, നിങ്ങൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നുമായിരിക്കും, സാറേ ഒരാഴ്ച മുമ്പ് ഗേറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും സാറ് ഭയങ്കര ആവേശത്തിലായിരുന്നല്ലോ, ഇവിടുത്തെ ടീച്ചർമാർ കെട്ടിപ്പിടിക്കുന്നു, സ്റ്റുഡൻസിനെ കെട്ടിപ്പിടിക്കുന്നു, ഞങ്ങൾ 10ൽ 10 മേടിച്ചിട്ട് സാറെന്താ അത്ര ആവേശം കാണിക്കാത്തെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ മാർക്ക് കിട്ടിയത് നിങ്ങളുടെ വലിയൊരു അച്ചീവ്മെൻ്റാണ്, വലിയൊരു യാത്രയിൽ ഒരു ചെറിയ മൈൽ സ്റ്റോണാണ്. ഇത് ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. നിങ്ങൾ ശരിക്കും ആസ്വദിക്കുക ഇന്നത്തെ ദിവസം. പക്ഷേ ഇതല്ല ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഇനിയും എക്സാമിനേഷൻ വരാനുണ്ട്. നമ്മൾ ഈസി ആയിട്ട് ബിടെക് ഇതുപോലെ പഠിച്ച് നല്ല മാർക്ക് ഉറപ്പായിട്ടും മേടിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, നെഗറ്റീവാകാൻ പറയുന്നതല്ല. 10ൽ 10 മേടിച്ച് കഴിഞ്ഞാലും ഈ KTU അല്ല നമുക്ക് ജോബ് തരുന്നത്. ഇപ്പോൾ തന്നെ ശരിക്ക് വേറൊരു കുട്ടി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, സാറേ ഭയങ്കര സന്തോഷം, എൻ്റെ +2 പോലും ഞാൻ ഇങ്ങനെ മാർക്ക് മേടിച്ചിട്ടില്ല എന്ന്. ഞാൻ ഓക്കേടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവൻ എന്നോട് ചോദിച്ചിരുന്നു, എന്താ സാറേ ഈ ഒരു സന്തോഷം ഇല്ലാത്തതുകൊണ്ടെന്ന്. സന്തോഷമില്ലായ്മയല്ല, ശരിക്കും ലാസ്റ്റ് നമ്മുടെ എന്താണ് പറയുന്നത് 5ാം റാങ്ക് ഗേറ്റിന് കിട്ടി. ആ ഗേറ്റ് റാങ്ക് കിട്ടിയാൽ ഇന്ന് പോകാൻ പോകുന്ന IIT മദ്രാസിലാണ്, VLSA എടുക്കാൻ പോവാണ്. പഠിച്ചിറങ്ങുമ്പോൾ മിനിമം 60 lakh ആനുവൽ ഇൻകം ഉണ്ടാവും. അല്ല, അതിന് മുമ്പത്തെ റാങ്ക് വൈഷ്ണവ് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിരുന്നു, മനസ്സാകെ ഒരു മണി മാനേജ്മെൻറ്റ് എന്നെ പഠിപ്പിക്കണം, കാരണം എനിക്ക് 1.2 crore സാലറിയുള്ള ജോബ് കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സീറോ ടു ഇൻഫിനിറ്റിയിലെ കുട്ടികൾ അതിലേക്കാണ് പോകുന്നത്. എന്നെ നിങ്ങൾ വിളിച്ചു പറ, സാർ 1 കോടിയുടെ ജോലി കിട്ടിയെന്ന്. ഞാൻ വരും, അവിടെ വന്ന് കെട്ടിപ്പിടിക്കും, എൻ്റെ ആവേശം മുഴുവൻ കാണിക്കും. S1 റിസൾട്ട് വന്ന് 10 CGPA കിട്ടിയത് വളരെ നല്ല കാര്യമാണ്. പാസ്സായെന്നറിഞ്ഞതിൽ വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അല്ലെങ്കിൽ ഇതല്ല നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഈ വലിയ കോഴ്സ് നന്നായി പഠിച്ച് അതിൽ സ്കിൽ അക്വയർ ചെയ്തിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് എൻജിനീയർ ആകണം. ആ സമയം നമുക്ക് ആഘോഷങ്ങൾ തുടരാം.